ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഭക്ഷ്യവിഭവങ്ങളിൽ വിഷമില്ലാത്ത ഒരേ ഒരു ഭക്ഷ്യവിഭവമാണ് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് വേവിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അവശ്യ പോഷകഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ചക്കയിൽ അതുപോലെ ഉയർന്ന അളവിൽ വെള്ളം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ രഹിതമാണ്. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം നമ്മുടെ ജാക്ക് ഫ്രൂട്ടിനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വേവിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കരിന്തൊലിയെല്ലാം കളഞ്ഞ് ചകണി എല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടെടുത്ത് അത് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള വെള്ളം മതിയേ, കുറച്ചൊരു ഗ്ലാസ് വെള്ളം മതി. അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇടുക, അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ തേങ്ങയും ജീരകവും ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുത്തത്, വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അവിടെ അടച്ച് വെക്കുക. ആവശ്യമുള്ള ഉപ്പും ചേർക്കണം. 5 മിനിറ്റ് കൂടെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് വേവിക്കുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഓരോ രീതിയിലാണ് വേവിക്കുന്നത്. അപ്പം ചക്ക പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. അപ്പം ഇത് നല്ലതാണ്.